കളറിംഗ് ആണോ ഹോബി? അല്ല. ഡ്രോയിങ് ആണോ? അല്ല. ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്? അതുമല്ല. പിന്നെന്താണ്? എൻ്റെ ഹോബി വായനയാണ്. എന്നാൽ അതും കണ്ടുപിടിച്ചിട്ട് ഒരു 5-6 വർഷമായിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ വീണ്ടും പുതിയൊരു ഹോബി കണ്ടെത്താൻ ഒരാഗ്രഹം. കാരണം പണ്ടത് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. കളറിംഗ് അല്ലെങ്കിൽ ഡ്രോയിങ് എന്നൊരു പിരീഡ് സ്കൂളിലില്ല. എന്നിട്ടും 3ാം ക്ലാസ്സിൽ ഹിന്ദി സബ്ജക്റ്റിൽ ഒരു പൂച്ചനെ വരയ്ക്കാനുണ്ടായിരുന്നു. കഷ്ടപ്പെട്ട് വരച്ചു കൊണ്ടുപോയപ്പോൾ വരച്ചതിന് നല്ല ചീത്ത. ഞാൻ വരച്ചതല്ല, വേറെ ആരോടോ പറഞ്ഞു വരപ്പിച്ചതാണെന്ന് ടീച്ചർ. എന്നിട്ട് 10ൽ ഒരു 7 മാർക്കൊക്കെ തന്നു. ഞാൻ സ്വയം സംശയിച്ചു, എൻ്റെ കഴിവിനെയും ടീച്ചറുടെ സ്വഭാവത്തെയും. അന്നു മുതൽ വരക്കാൻ ശ്രമിച്ചിട്ടില്ല. പേടിച്ചിട്ടല്ല, അതിനോട് പിന്നീട് ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ പണ്ട് ചെയ്യാത്തതും ഇഷ്ടമില്ലാത്തതുമായ പലതും ചെയ്യാൻ ഒരു കൗതുകം. ഹോ, ഡ്രോയിങ്ങിൻ്റെ തിരക്കിൽ ആർട്സ് മറന്നുപോയി. 6ാം ക്ലാസ്സിൽ ഒരു ആർട്സ് ക്ലാസ് ഉണ്ടായിരുന്നു, വീക്കിലി വൺസ്. ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു 3-4 സാധനങ്ങൾ ഉണ്ടാക്കിയ ഓർമ്മയൊക്കെയുണ്ട്. അതിൽ ഒന്നായിരുന്നു ഒരു ചെറിയ വാൾ ഡെക്കർ. അതിനുവേണ്ടി 8 ചോക്കോബാർ സ്റ്റിക്ക് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് 80 രൂപയ്ക്ക് ചോക്കോബാർ വാങ്ങിയാണ് അതുണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോയത്. സാമ്പത്തിക ശേഷി അത്രയ്ക്കില്ലാഞ്ഞിട്ടല്ല, എന്നാലും വീട്ടിലെ എല്ലാവർക്കും ഇതെല്ലാം ഒരു ആർഭാടമായിരുന്നു അന്നത്തെ കാലത്ത്. അതുകൊണ്ട് ആർട്സ് ചെയ്യാനും മൂഡില്ലാതായി. എല്ലാത്തിൽ നിന്നും പിൻവലിഞ്ഞ ഒരു കാലം, പിന്നോട്ട് മാത്രം ഓടാൻ ശ്രമിച്ചൊരു കാലം. ഇന്ന് ഓരോ വീട്ടുകാരും പാരൻസും കുട്ടികളോട് ജെൻ്റിലാവുന്നതും അവരുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തു കൊടുക്കുന്നതും കാണുമ്പോൾ ഒരു അത്ഭുതം തന്നെയാണ്. ഒരു സ്ട്രിക്റ്റ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ഫാമിലിയിൽ വളർന്നത് കൊണ്ടാവും. എന്തിരുന്നാലും പോയ കാലം തിരിച്ചു വരില്ലാലോ. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഹോബി കണ്ടെത്തി മുന്നോട്ട് പോവാം, അല്ലേ? അതുകൊണ്ട് തന്നെ ചെയ്യാത്തതും അറിയാത്തതും അറിയാവുന്നതുമായ എല്ലാം ഒരു അവിയൽ പരുവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്തെങ്കിലും ഒന്നിൽ മനസ്സുറച്ചാലോ? ഇതിനൊന്നും ഒരു പ്രായപരിധി ഇല്ല കേട്ടോ. അങ്ങോട്ട് ചെയ്യുക തന്നെ. ഇനി ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എന്ന് സ്വയം ചോദിച്ചിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവാം. ഹോബീസ് എന്ന് പറയുമ്പോൾ എന്തും ആവാട്ടോ. ചിലർക്ക് പാട്ടാവാം, ഡാൻസ് ആവാം, ആർട്സ് ആവാം, ഡ്രോയിങ്, എഡിറ്റിംഗ്. ആവും, ഒരു അവസാനമില്ല. പരന്നങ്ങണ്ട് കിടക്കുകയാണ്. എന്തെങ്കിലും ഒന്നിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് സന്തോഷമാവുന്നുണ്ടോ? എങ്കിൽ ആ ഹോബി അങ്ങോട്ട് സ്വന്തമാക്കാം.